ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് എനിമി TV സീരീസിന്റെ സീസൺ 1 16ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, ഒട്ടും സമയങ്ങളാണ്, നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും ശരി, അവരുടെ വിഷ്വൽ കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ അവരെ കൊണ്ട് ഇമ്പ്രൂവ് ആവാൻ പറ്റൂ. ഇതൊരു ആർട്ടിസ്റ്റിന്റെ മാത്രം കാര്യമല്ല, എല്ലാ കലകളും അങ്ങനെ തന്നെയാണ്. വിഷ്വലിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ അവരുടെ സെയിലിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവൂ എന്നൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് കേൾക്കുന്നു. ഇവൻ ഇത്രയും സൂപ്പർ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവൻ ഇതിനു മുമ്പ് ഇതുപോലൊരു മൂവ് ചെയ്തിട്ടില്ല. ഇവന്റെ മൂവ്മെന്റ്സ് എല്ലാം തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെയധികം കഷ്ടമായിട്ടുണ്ട്. ഓ വാവ്, ഇവൻ ഒരിക്കലും എന്നെ ഇങ്ങനെ നോക്കൌട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ടോഡോ അടി കിട്ടുമ്പോൾ പോലും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം യൂജി തന്റെ ഡൈവേർജൻ പിസ്റ്റൾ യൂസ് ചെയ്ത് ടോഡോയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ടോഡോക്ക് അതിൽ നിന്ന് ഒരു ചെറിയ പോറൽ പോലും സംഭവിക്കുന്നില്ല. നിന്റെ ഈ ടെക്നിക് വളരെയധികം പവർഫുൾ ആണ്. നിന്റെ കേഴ്സിംഗ് എനർജി വളരെയധികം ലാഗ് ആയതുകൊണ്ടാണ് ഇത് വളരെ പവർഫുൾ ആയത്. ഒരു നോർമൽ സോസറിന് ഇവിടെ എന്താ സംഭവിക്കുന്നത് പോലും അറിയില്ല. എന്നാൽ സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സുകളുടെ മേത്ത് നിന്റെ ഈ ടെക്നിക് വർക്കാവില്ല. നീ നിന്റെ കേഴ്സ് എനർജിയെ ചാനൽ ചെയ്യുവാണ്. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ എന്ന് യൂജി ചോദിക്കുന്നു. നീ നിന്റെ കേഴ്സ് എനർജിയെ ചാനലിംഗ് ചെയ്യുന്നത് നീ ആദ്യം നിർത്തണം. നീ ഇത് നോക്ക്, എന്റെ സ്റ്റൊമക്കിലാണ് എന്റെ കേഴ്സ് എനർജി ഉള്ളത്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഞാൻ യൂസ് ചെയ്യും. ആദ്യം അത് എന്റെ ഹാർട്ടിലോട്ട് വരും, അവിടെ നിന്നും എന്റെ ഷോൾഡർ, പിന്നെ ആംസ്, അവസാനം ഫിസ്റ്റിലോട്ടും വരും. ഇതൊരു നല്ല ടെക്നിക്കാണ്, പക്ഷെ ഇത് എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇത് വെറും ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. നീ ഇതിൽ മാത്രമാണ് ഇരിക്കാൻ പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിന്നെ കൊണ്ട് ഇമ്പ്രൂവ് ആവാൻ പറ്റില്ല. ഈ ലോകം നമുക്കെല്ലാം തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻ്റയർ മൈൻഡ് കൊണ്ടാണ് ഈ ലോകത്തിൽ നമ്മൾ മൊത്തമായിട്ട് ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. എന്ന് നീ അത് കൺട്രോൾ ചെയ്യാൻ നോക്കുവാണ്. നിന്റെ പവേഴ്സിനെ നീ ലിമിറ്റ് ചെയ്യണോ എന്ന് ടോഡോ ചോദിക്കുന്ന സമയത്താണ് യൂജി തന്റെ കയ്യിൽ മാത്രം കൊണ്ടുവന്നിരുന്ന അവന്റെ കേഴ്സ് എനർജിയെ അവന്റെ ഫുൾ ബോഡിയിലും കൊണ്ടുവരുന്നത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്കൊരു കൈ നോക്കാം എന്ന് ടോഡോ യൂജിയോട് പറയുന്നു. ഇതേ സമയം തന്നെ പാണ്ഡയും നോബ്രയും മിഷിമി ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. നിങ്ങൾ യൂജിയെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ എന്ന് നോബ്ര മിഷിമിയോട് ചോദിക്കുന്നു. ഓ, ഇവള് കണ്ടുപിടിച്ചോ? ഇവള് വളരെയധികം ബുദ്ധിമതിയാണെന്ന് തോന്നുന്നു. ഇല്ല, തീർച്ചയായിട്ടും ഇത് ഈ പാണ്ഡയായിരിക്കും കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞ് മിസ്സിമി, ഏയ് അങ്ങനെയൊന്നുമില്ലല്ലോ, ഞങ്ങൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് നോബ്രയോട് പറയുന്നു. ഓ പേടിക്കണ്ട, നീ പറഞ്ഞോ, ഞാനും ഇങ്ങോട്ട് ഒരാളെ കൊല്ലാനാണ് വന്നിട്ടുള്ളത്, വേറെ ആരെയല്ല, ആ മാഹിയെ. അവളെ കൊല്ലാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് കുറച്ച് മാസമായിട്ട് നോബ്ര പറയുന്നു. ഇത് കേൾക്കുന്ന പാണ്ഡ, ഓ ഇവള് ടെററാണല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണ്. ഇതേ സമയമാണ് പാണ്ഡയെ ആരോ വെടിവെക്കുന്നത്. പാണ്ഡ താഴെ വീഴുന്നു. ഓ നീ പേടിക്കൊന്നും വേണ്ട, അവൻ ചത്തിട്ടില്ല, പക്ഷെ അവന്റെ കോർ ഞാൻ ഷൂട്ട് ചെയ്തതുകൊണ്ട് കുറച്ചു നേരം അവൻ അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇപ്പോ മെഗമാറ വരുവാണ്. നോബ്രയെപ്പോ അവർ രണ്ടുപേരും കൂടി വളഞ്ഞിരിക്കുകയാണ്. പറ്റിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് പാണ്ഡ എഴുന്നേറ്റ് മെഗമാറയുടെ മണ്ട കിട്ടുന്നവൻ കൊടുക്കുന്നു. ഹേയ്, നീയും ഞാനും ഒരേപോലെയാണല്ലേ, നമ്മൾ രണ്ടുപേരും കപ്സല്ലേ എന്ന് ചോദിക്കുകയാണ് പാണ്ഡ. ഇത് കേട്ട് ടെൻഷനായ മെഗുമാറയെ കൺട്രോൾ ചെയ്യുന്നവൻ പാണ്ഡ ഇപ്പൊ കൊല്ലോടാന്നും പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. നീ ഒരു സാധാരണ കൗസാണ്, ഞാൻ നിന്നെ പോലെയല്ല എന്ന് മെഗുമാറ പറയുന്നു. നിന്റെ ഗ്രേഡ് എത്രയാണെന്ന് പാണ്ഡ അവനോട് ചോദിക്കുന്നു. ഗ്രേഡ് ലെവൽ നോക്കിയിട്ടാണ് അവർ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. പാണ്ഡ സെമി സെക്കൻഡ് ഗ്രേഡിലാണ് ഇരിക്കുന്നത്, എന്നാൽ മെഗമാറോ സെമി ഫസ്റ്റ് ഗ്രേഡിലാണ് ഇരിക്കുന്നത്. ഇത് കേട്ട് പാണ്ഡയ്ക്ക് മനസ്സിലാവുന്നു മെഗമാറോ എന്നെക്കാൾ പവർഫുൾ ആണ്. മെഗമാറോ പാണ്ഡയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കേഴ്സ് എനർജി ഒരു ഷീൽഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് പാണ്ഡ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ആക്ച്വലി നമ്മുടെ പാണ്ഡ ഒരു കോപ്സ് ആണ്. ഏകദേശം ഇതൊരു ഡോൾ ടെക്നിക്ക് പോലെയാണ്, നമ്മുടെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് പോലെ. ആ കാപ്സിന്റെ ശരീരത്തിനകത്ത് ഒരു കോർ ഉണ്ടാവും, അതുപയോഗിച്ചാണ് അതിന് ജീവൻ വരുന്നത്. കോർ സ്റ്റോയിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. പ്രിൻസിപ്പിൾ യാഗാമാക്കമച്ചിയുടെ ഒരു അൾട്ടിമേറ്റ് മാസ്റ്റർ പീസ് ആണ് ഈ പാണ്ഡ മറ്റു പപ്പറ്റ്സ് പോലെയല്ല, കുറച്ചധികം ഡിഫറെന്റ് ആണ്. പാണ്ഡ ഒരു പാണ്ഡയേ അല്ല എന്ന് പ്രിൻസിപ്പിൾ പറയുന്നത് പോലെ നമുക്ക് കേൾപ്പിച്ചു തരുന്നു. മെഗമുറോ പാണ്ഡയെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് പാണ്ഡ തിരിച്ച് അറ്റാക്ക് ചെയ്യാണ്. മെഗമുറോക്ക് പാണ്ഡയുടെ മൂവ്മെന്റ്സ് ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ കിടന്ന് നല്ല രീതിക്ക് എന്നെ അടിവായിക്കൊണ്ടിരിക്കുകയാണ് മെഗമുറോ. എന്നെ പോലെ നീയൊരു കാപ്സ് ആണെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു, എന്നാൽ നീയൊരു പപ്പറ്റാണ്, ഒരു സോസറർ. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല നിന്നെ കൺട്രോൾ ചെയ്യുന്ന ആളുടെ ബോഡി നിന്റെ അടുത്ത് പോലും ഇല്ല, ഒരുപാടധികം ദൂരെയാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് വെറുതെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കോമ്പറ്റീഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യേ എന്ന് പാണ്ഡ അവനോട് പറയുന്നു. ഹെവൻലി പാക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിനക്ക്? ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് തന്നെ ഹെവൻലി പാക്ഡ് ആയിട്ടാണ് ജനിച്ചത്. എനിക്കൊരു കൈയില്ല, ജനിക്കുമ്പോ തന്നെ എന്റെ രണ്ട് കാലും ഇല്ല. എന്റെ സ്കിൻ വളരെയധികം ഫ്രാജിലാണ്. മൂണിന്റെ ലൈറ്റ് പോലും തട്ടിക്കഴിഞ്ഞാൽ അത് ഉരുകി പോവും, അത്രയും ഫ്രാജിലാണത്. പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് ഒരുപാടധികം കേഴ്സ് എനർജി കിട്ടി. എന്റെ കയ്യിലെ കേഴ്സ് എനർജി എല്ലാം കൊടുത്താൽ എനിക്ക് എന്റെ ശരീരം പഴയതുപോലെ ആക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതായിരിക്കും ചോയ്സ് ചെയ്യുക. എന്നാൽ നീ ഒരു സാധാരണ പാണ്ഡയാണ്, നീ ജോളിയായിട്ട് ഇവിടെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്നു, അതും സൺലൈറ്റില്. എന്നാ ഒരു ഹ്യൂമൺ ആയിരിക്കുന്ന എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷനായി അവൻ പാണ്ഡയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നോബ്ര അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ എങ്ങാനും ഇത് തടുത്ത് നിർത്തിയില്ല എങ്കിൽ അത് നോബ്രയെ പോയി അറ്റാക്ക് ചെയ്യും. സോ എനിക്കിത് തടുക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പാണ്ഡ അത് തടുക്കുവാണ്. ഈ ബ്ലാസ്റ്റിൽ തീർച്ചയായിട്ടും അവൻ മരിച്ചുപോയി കാണും.
ഓ സോറി, കോപ്സ് മരിക്കില്ലല്ലേ, എന്തായാലും ഇപ്പോ അവന്റെ ബോധം പോയി കാണും എന്ന് പറഞ്ഞ് മെഗമോറ അവിടെ നിന്നും പോകുന്നു. ഹേയ് മോനുസേ, സർപ്രൈസ്, ഇതിനിയും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് പാണ്ഡയുടെ ശബ്ദം കേൾക്കുന്നു. ഇവൻക്ക് ഇപ്പോഴും ബോധമുണ്ടോ എന്ന് പറഞ്ഞ് മെഗമോറ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. പാണ്ഡ ഇപ്പോ പാണ്ഡയേ അല്ല എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത് നമുക്ക് കേൾപ്പിച്ചായിരുന്നു. ഹേയ് പാണ്ഡ, നിനക്കൊരു ഓൾഡർ സിസ്റ്ററും ഓൾഡർ ബ്രദറും ഉണ്ട്, അത് നിനക്കറിയോ? ഇല്ല, അങ്ങനെ ആരുമില്ല എന്ന് ആ പാണ്ഡ പ്രിൻസിപ്പളിനോട് പറയുന്നു. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്, അവർ നിന്റെ ഉള്ളിലാണുള്ളത്. നിനക്കൊരു ആപത്ത് വരുമ്പോ തീർച്ചയായിട്ടും അവർ പുറത്തു വരും, എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പാണ്ഡ ട്രാൻസ്ഫോം ആയതിനു ശേഷം അവന്റെ പവേഴ്സ് ഒരുപാടധികം കൂടിയിട്ടുണ്ട്. അവന്റെ അറ്റാക്സ് എല്ലാം തന്നെ വളരെയധികം പവർഫുൾ ആണ്. അവന്റെ ശരീരത്തിൽ മൊത്തം 3 കോറാണുള്ളത്. ഒന്ന് പാണ്ഡ, മറ്റേത് എൽഡർ ബ്രദർ കൊറില്ല, പിന്നെ അവന്റെ ഓൾഡർ സിസ്റ്ററും. ഫസ്റ്റ് അവൻ ഷൂട്ട് ചെയ്തതില് ഓൾഡർ ബ്രദറിന്റെ കോർ വീക്കായി പോയി. ഇപ്പൊ ഉണ്ടായ അറ്റാക്ക് പാണ്ഡ തടുത്തതുകൊണ്ട് തന്നെ പാണ്ഡയുടെ കോറും വീക്കായി പോയി. ഇനിയുള്ളത് ഓൾഡർ ബ്രദർ ആയിട്ടുള്ള ഗൊറില്ലയുടെ കോറാണ്. സോ പാണ്ഡ ഇപ്പോ ഒരു ഗൊറില്ലയായി മാറിയിരിക്കുന്നു. ഇവൻ എങ്ങനെയാ ഇത്ര സ്ട്രോങ് ആയി മാറിയ? എന്റെ ഒരു കൈ വരെ പോയി എന്ന് പറഞ്ഞ് മെഗമോറോ ഗൊറില്ലയെ തന്നെ നോക്കി നിൽക്കുന്നു. പാണ്ഡ കോറിനേക്കാൾ പവർഫുൾ ആണ് ഗൊറില്ല കോർ. അത് മെഗമോറോക്ക് മനസ്സിലാവുകയാണ്. എന്നാലും എങ്ങനെയെങ്കിലും ഇവനെ തോൽപ്പിച്ചേ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞ് മെഗമോറോ ചിന്തിക്കുന്നു. ലോങ് റേഞ്ച് അറ്റാക്ക് ഒരിക്കലും വർക്കാവില്ല. ക്ലോസ് റേഞ്ച് അറ്റാക്ക് ആയിരിക്കും ഇവൻ എന്നെ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ക്ലോസ് റേഞ്ച് അറ്റാക്കിൽ ബെസ്റ്റ് എന്നെ ഈ ഗൊറില്ല മൂഡാണ് എന്ന് പറഞ്ഞ് പാണ്ഡ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പാണ്ഡയുടെ അടുത്ത് നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മെഗമോറോ. പക്ഷെ പാണ്ഡ അവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പാണ്ഡയും പുറകെ തന്നെ പോകുന്നു. പാണ്ഡ വളരെയധികം ഫാസ്റ്റ് ആണ്, വളരെയധികം സ്ട്രോങ്ങും ആണ്. മെഗമോറോ തന്റെ ജെറ്റ് പവർ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. മെഗമോറോ പാണ്ഡയുടെ നേരെ ബ്ലാസ്റ്റ് ചെയ്താൽ പോലും പാണ്ഡയ്ക്ക് ഒന്നും തന്നെ പറ്റുന്നില്ല. അത്രയും പവർഫുൾ ആയി മാറി കഴിഞ്ഞിരിക്കുന്നു പാണ്ഡ. മെഗമോറോ പേടിച്ചോടുന്നത് പോലെ അവിടെ നിന്ന് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവനെ തോൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം അറ്റാക്ക് ചെയ്യേണ്ടത് ഇവന്റെ കോറിലാണ് എന്ന് പറഞ്ഞ് മെഗമോറോ എന്തോ പ്ലാൻ ചെയ്യുന്നു. മെഗമോറോയുടെ പുറകിലൂടെ പാണ്ഡ വരുന്ന സമയത്ത് ഒരു ഓട് പാണ്ഡയ്ക്ക് നേരെ എറിയുവാണ് മെഗമോറോ. പാണ്ഡയുടെ ശ്രദ്ധ തിരിച്ച് ജെറ്റ് പവർ യൂസ് ചെയ്ത് പാണ്ഡയുടെ പുറകിലൂടെ പറന്നു പോകുന്നു. അവൻ രക്ഷപ്പെടാന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ തിരിച്ച് പാണ്ഡയുടെ അടുത്തോട്ട് വന്ന് പാണ്ഡയുടെ ഗൊറില്ല കോർ ഇരിക്കുന്ന സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു കോറും വീക്ക് ആയതുകൊണ്ട് പാണ്ഡ ഇപ്പൊ ബോധം കെട്ട് താഴെ വീടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പാണ്ഡ അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നത്. എന്റെ കോറ് ഞാൻ കേഴ്സ് എനർജി യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊന്നും മറ്റ് പപ്പറ്റ്സ് പോലെയല്ല എന്ന് പറഞ്ഞ് മെഗമോറോനെ ഒറ്റ അടി അങ്ങ് അടിക്കുവാണ് പാണ്ഡ. മെഗമോറോ തെറിച്ചു പോയി വീഴുന്നു. മെഗമോറോ തോറ്റുപോയി. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ ഒരു കൈ തന്നെ നഷ്ടപ്പെട്ടു. ഞാനൊരു സാധാരണ കേഴ്സ് ആണ്. എന്നാൽ ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. മനുഷ്യരുടെ അടുത്ത് നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ ഒരുപാട് മനുഷ്യരുണ്ടായതുകൊണ്ട് തന്നെ ഒരുപാടധികം ക്രീപ്പിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ചെയ്യാൻ നിങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെടും. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യും. എന്നാൽ ചില കാര്യങ്ങൾ മനുഷ്യരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ ഇപ്പോ വെറുതെ എന്നെ ഒരു കാരണമില്ലാണ്ടാണ് അറ്റാക്ക് ചെയ്തത്. നീ എന്തിനാണ് ഒരു ജുജുത്സു സോസറായി മാറിയത്? ഇങ്ങനെ ഒരാളെ കൊല്ലണമെന്ന് ഒരാവശ്യവും നിനക്കില്ല. ജുജുത്സു സോസർ ആവാതെ നിനക്ക് വേറൊരു ഓപ്ഷനും ഇല്ല എന്നുള്ളത് കൊണ്ടാണോ നീ ഒരു ജുജുത്സു സോസറായി മാറിയത് എന്ന് പാണ്ഡ അവനോട് ചോദിക്കുന്നു. ഇതേ സമയമാണ് അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്സ് അവനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവൻ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അവനിരിക്കുന്ന ഡബിനുള്ളിൽ നിന്നും പുറത്തോട്ട് വന്ന് അവന്റെ റിയൽ ബോഡി വെച്ച് അവന്റെ ഫ്രണ്ട്സുമായിട്ട് സമയം ചെലവഴിക്കണമെന്ന് അവനക്കൊരു ആഗ്രഹമുണ്ട്. നീ എന്നെ നേരിട്ട് കണ്ടാ തീർച്ചയായിട്ടും ഇങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല എന്ന് അവൻ പാണ്ഡയോട് പറയുന്നു. നിന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഞാനാണ് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം പറ്റുവാണെങ്കിൽ ഞാൻ വന്ന് നിന്നെ മീറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിലും നീ ഒരു മനുഷ്യനല്ലേ എന്ന് ഞാൻ നോക്ക് ഒരു ടോക്കിംഗ് പാണ്ഡ എന്ന് പറഞ്ഞ് പാണ്ഡ അവിടെ നിന്നും പോവാൻ നിൽക്കുന്നു. ഹേയ് ഒരു മിനിറ്റ്, നിന്റെ ഫോൺ നമ്പർ എനിക്ക് തരുമോ എന്ന് പറഞ്ഞ് പാണ്ഡ തിരിച്ചു വരുവാണ് മെഗമോറോയുടെ അടുത്തോട്ട്. മെഗമോറോ ഇപ്പൊ ഈ ഇവന്റിൽ നിന്നും ഔട്ടായിരിക്കുന്നു. ഇതേ സമയം തന്നെ മാക്കിയും മിയാവോവും വളരെ നന്നായിട്ട് എന്നെ അവിടെ ഫൈറ്റ് ചെയ്യുവാണ്. ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മാക്കി വളരെയധികം സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു മിയാവോ ചിന്തിക്കുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ശരിക്കും നമ്മുടെ പാണ്ഡ ഒരു കേഴ്സ് പപ്പറ്റ് ആണ്. നമ്മുടെ പ്രിൻസിപ്പളിന്റെ അൾട്ടിമേറ്റ് പപ്പറ്റ് ആണത്. അതിനകത്ത് മൊത്തം 3 കോറാണുള്ളത്. പാണ്ഡയെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. അവൻ അവന്റെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്. എന്നാൽ മെഗമോറോയെ കൺട്രോൾ ചെയ്യുന്ന ആ സോസറർ അങ്ങനെയല്ല. അവനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ദൂരെ നിന്ന് അവന്റെ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ അവനെ കൊണ്ട് പറ്റൂ. ഒരു പാണ്ഡയായിരുന്നിട്ട് പോലും മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു അസൂയ മെഗമോറോക്ക് ഉണ്ട്. സോ ഇപ്പൊ പാണ്ഡ മെഗമോറോയെ അടിച്ച് തോൽപ്പിച്ചതുകൊണ്ട് തന്നെ മെഗമോറോ ഇപ്പൊ നല്ല കുട്ടിയായിരിക്കുകയാണ്. പാണ്ഡയും മെഗമോറോയും ഇപ്പൊ ഫ്രണ്ട്സ് ആണ്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡെല്ലാം തന്നെ വളരെയധികം അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.